വേണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കായിരുന്നില്ലേ? ആരാ ഇഷ്ടമുള്ളവര്? കൃഷ്ണമോളാണല്ലോ പൊന്നനിയെത്തി. ഞാൻ പുറമ്പോക്കല്ലേ? അത് നിന്റെ തെറ്റിദ്ധാരണയാ. അല്ല, ഞാൻ ചേച്ചി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഇഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല. ഇന്ന് ആര് പറഞ്ഞു? ബൈബിളിൽ ഒരു കഥയുണ്ട്. ഒരച്ഛന് 2 മക്കള്. മൂത്തയാള് നല്ല അനുസരണയുള്ള ആള്, രണ്ടാമത്തവൻ പോക്കിരി. അവൻ അച്ഛനോട് വഴക്കുണ്ടാക്കി ഓഹരിയൊക്കെ വാങ്ങി അത് കൊണ്ടുപോയി തിന്നും കുടിച്ചും മതിച്ചും ഒക്കെ ജീവിച്ചു. ഒടുക്കം കയ്യിലെ പണം എല്ലാം തീർന്ന് ദരിദ്രനായി. അച്ഛന്റെ അടുക്ക തന്നെ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, അവിടുത്തെ ഭൃത്യനായിട്ടെങ്കിലും ഒരു സ്ഥാനം തരണം, എന്ത് ജോലിയും ചെയ്യാം, ആഹാരം മാത്രം കൊടുത്താ മതിയെന്ന്. ആ അച്ഛൻ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്ന സന്തോഷത്തില് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി വലിയ സദ്യയൊക്കെ കൊടുത്ത് മകന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു എന്നാണ് കഥ. അതെന്നാ തന്നെ ഇവിടെ ഇപ്പം പറഞ്ഞത്? നീ എന്നെ ദ്രോഹിച്ചെന്നും വേദനിപ്പിച്ചെന്നൊക്കെ സമ്മതിച്ചല്ലോ. ശരിയാ, എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. എന്നാലും അതെല്ലാം കഴിഞ്ഞ് നീ എന്റെ അടുത്ത് വന്ന് സ്നേഹം കാണിച്ചപ്പോ എനിക്ക് അതാണ് ഏറ്റവും വലുത്. ബാക്കി എല്ലാവരുടെയും സ്നേഹത്തെക്കാളും. അവരെല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടതിന് ഓരോ കാരണങ്ങളുണ്ട്. പക്ഷെ നീ ഒന്നും അറിയാതെ ഞാനതിന് വലിയ വിലയിട്ടിട്ടുണ്ട് കേട്ടോ. വലിയ പഠിത്തമാണല്ലോ. നാളെ ലാസ്റ്റ് എക്സാം, പിന്നെ 2 മാസം അടിച്ചുപൊളി. ഇതെന്നെ ചേച്ചി? ഞാനും അച്ഛനും കൂടി ഇന്ന് കല്യാൺ സിൽക്സിൽ പോയായിരുന്നു. അതെന്നാത്തിനാ? നമുക്കിവിടെ 1-ാം തരം ടെക്സ്റ്റൈൽസ് ഉള്ളപ്പോ. അച്ഛൻ പറഞ്ഞതാ അവിടെ നിന്ന് എടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. അതെന്നെ ചേച്ചി? അച്ഛൻ ബില്ല് പേ ചെയ്യാൻ സമ്മതിക്കത്തില്ല, എനിക്ക് ഉറപ്പാ. ചേച്ചി ഓൺലൈൻ പേ ചെയ്താൽ മതിയായിരുന്നല്ലോ. മോളെ, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാ എനിക്ക് മറിച്ച് പറയാൻ പറ്റത്തില്ല. കല്യാണില് പോയിട്ട് അച്ഛൻ പൈസ കൊടുത്തില്ലേ? ആ,
അത് വേറെ കാര്യം. ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് ബില്ലും പേ ചെയ്ത് കഴിഞ്ഞാ അച്ഛൻ വിവരം അറിഞ്ഞ്. ഭയങ്കരി. ഇത് കൊള്ളാലോ ചേച്ചി. ഇതൊന്ന് പിടിച്ചേ നോക്കട്ടെ. സൂപ്പർ, അടിപൊളി. സൂപ്പർ ആണെന്ന് ഞാനല്ലേ പറയേണ്ടത്? മുട്ടയിട്ട കോഴി തന്നെ ഉഗ്രം പുൽസയെന്ന് പറഞ്ഞാലോ. കോടി കള്ളി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സംഭവം സൂപ്പറാ, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഇത് വേണ്ടായിരുന്നു. അതെന്താടി? ചേച്ചി ഇവിടുന്ന് പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നതല്ലേ. ചേച്ചി പോയി കഴിയുമ്പോ ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. നമ്മൾ ഒത്തിരി സ്നേഹിച്ചതല്ലേ, അതിന്റെ അടയാളമായിട്ട് തിരുന്നോട്ടെ. നിന്റെ സ്നേഹവും ദയയും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വെറും വേലക്കാരിയായിരിക്കുമ്പോ തന്നെ നീ എന്നെ ഒരു ചേച്ചിയെ പോലെ കരുതി. ഞാനിവിടെ വെറും വേലക്കാരിയായിരിക്കുമ്പോ തന്നെ നീ എന്നെ ഒരു ചേച്ചിയെ പോലെ കരുതി. എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്, ഇത്രയും മനസ്സലിവ് നിനക്ക് എങ്ങനെ കിട്ടിയെന്ന്. എന്റെ മനസ്സിനൊരു ശരിയുണ്ട് ചേച്ചി, അത് തെറ്റിച്ച ആരായാലും ഞാൻ ചോദിക്കും. എവിടെ പോയാലും നിന്നെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. മറക്കാനോ? തല്ലുകൊള്ളുന്ന വർത്താനം പറയല്ലേ. സത്യത്തില് ചേച്ചിക്ക് സങ്കടമില്ല ഇവിടുന്ന് പോവാൻ. ചേച്ചിയുടെയും കൂടെ വീടല്ലേ, ചേച്ചിയുടെ സ്വന്തം അമ്മ. അതൊക്കെ മനസ്സിലിരുന്നാ മതി, ഇവിടെ വെച്ചൊന്നും പറയണ്ട. രോഹിത്തിനെ ഒന്ന് വിളിക്കാവോ? ഞാൻ അവനും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. വിളിക്കാൻ ചേച്ചി. അച്ഛാ, വാ. നീ വാങ്ങിച്ചോണ്ട് വന്നൊക്കെ എല്ലാവർക്കും കൊടുത്തോ? ഇനി അച്ഛന് മാത്രമേ തരാനുള്ളൂ. ഛോ, എനിക്ക് നീ എന്ത് തരാനാ? മനസ്സിലായി. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പും ജ്വല്ലറി സ്വന്തമായിട്ടുള്ള എനിക്ക് അതിനേക്കാൾ വിലപിടിപ്പുള്ള എന്ത് തരാനാണെന്നല്ലേ? പോടി അവിടുന്ന്. അങ്ങനെയൊന്നും അല്ല. തരാനുള്ളതെല്ലാം നീ തന്നു കഴിഞ്ഞില്ലേ? നീ അതിനേക്കാൾ വിലമതിക്കുന്ന ഒന്നും തരാനില്ലെന്നാ. എല്ലാവർക്കും ഞാൻ ഓരോ ചെറിയ ഗിഫ്റ്റ് കൊടുത്തു, അച്ഛന് മാത്രം ഒന്നും തന്നിട്ടില്ല. ഇതൊരു മുണ്ടും ഷർട്ടോ, വലിയ വിലയൊന്നുമില്ല. അതെനിക്കറിയാം, ഞാനുണ്ടായിരുന്നല്ലോ കൂടെ. അച്ഛൻ മാറി നിൽക്കുമായിരുന്നു, സെലക്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഒട്ടും ഹെൽപ്പ് ചെയ്തില്ല. അത് നിന്റെ ഇഷ്ടം പോലെ എല്ലാം അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അച്ഛൻ വേറെ ആരോടോ ഫോണിൽ സംസാരിക്കുകയും ആരോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓഹോ, നീ അതെല്ലാം നോട്ട് ചെയ്തോ? അന്ന് ഏതാണ്ട് കള്ളത്തരം ഉണ്ടായിരുന്നു, അതെനിക്ക് അപ്പോഴേ മനസ്സിലായി. പിന്നെ നിനക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല, വെറുതെ വെറുതെ അങ്ങ് തള്ളിയേക്കുവാ. അത് പോട്ടെ, അച്ഛൻ ഇത് പിടിക്കും. അച്ഛന്റെ മോളാകാൻ ആഗ്രഹിച്ച മോള് തരുന്നതാ കേട്ടോ. അത് നീ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയില്ലേ നിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്ന്.
എന്താണ് ഈ കാണിക്കുന്നത്? അച്ഛൻ എന്നോട് ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്. ഒരാളെ കൊല്ലണമെന്ന് തോന്നിയൊരു മനസ്സ് പലതവണ തിരിഞ്ഞു മറിഞ്ഞ് തന്നെത്താൻ തിരുത്തി ആ ആളെ സ്വന്തം മോളെ പോലെ കരുതി സ്നേഹിക്കണമെങ്കിൽ അച്ഛൻ എന്തുമാത്രം ക്ഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും പറയില്ലടി മക്കളെ. അത് എന്റെ നന്മ കൊണ്ടൊന്നും അല്ല, നീ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടല്ലേ. അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും മോളോടൊപ്പം ഇല്ലേ? നന്നായിട്ട് വരും. ഞാനെല്ലാം മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വരും. ഹലോ. ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ, സ്റ്റാൻലി ഹിയർ. കേണൽ സാറിനോട് ഞാൻ ഒരു തവണ പറഞ്ഞു മുഖവരയുടെ ആവശ്യമില്ലെന്ന്. എനിക്ക് നമ്പർ അറിയാമെന്ന്. ഞാൻ താങ്കളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് വിളിച്ചത് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാലചന്ദ്രന്റെ സംസാരത്തിന് ഒരുതരം മൂർച്ചയും മുനയും. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു മര്യാദ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭാര്യയുടെ മുൻകാമുകനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേണല്ലേ. താങ്കൾ എന്തായാലും വിളിച്ച കാര്യം പറ. അലീനയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അലീനയുടെ കാര്യമല്ലാതെ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അലീനയുടെ കാര്യമല്ലാതെ ലോകകപ്പിൽ ബ്രസീലാണോ ജപ്പാനാണോ ജയിച്ചതെന്ന് പറയാനുള്ള ബന്ധം നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ തന്നെയാണത്. നിങ്ങളെ കാര്യം പറ. അലീനയുടെ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനത്തിൽ എത്തിയോ ഇല്ലയോ? നമ്മൾ തമ്മിൽ സംസാരിക്കാൻ വേറൊന്നുമില്ല. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ആ പറയൂ. നിങ്ങൾ എന്ത് ഉത്തരമാണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കാൻ? വിധി വൈപരീത്യം കൊണ്ട് കൂട്ടിമുട്ടേണ്ടി വന്ന രണ്ട് അപരിചിതർ. നിങ്ങൾ കൂടുതൽ വളർച്ചയടല്ലേ. ഒരൊറ്റ വാക്കി തീരേണ്ട വിഷയം അത്. അലീനെ മകളെ കൈയേക്കാൻ തയ്യാറാണോ ഇല്ലയോ? യെസ് ഓർ നോ? ഞാൻ തയ്യാറാണ്. ഹലോ
ഹലോ ബാലചന്ദ്രൻ. ഞാനിവിടെ തന്നെ ഉണ്ട്. അലീനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ബാലചന്ദ്രൻ. പക്ഷേ എന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ താല്പര്യമില്ല. അലീനെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നതോടെ എന്റെ കടമ കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായി. അവളെ ദുഃഖിപ്പിക്കാതെ സംരക്ഷിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവൂ. അവൾക്ക് എന്ത് സംഭവിച്ചാലും ചോദ്യം ചെയ്യാൻ ഞാനുണ്ടാവും. നേരിട്ട് അതിന് സാധിച്ചില്ലെങ്കിൽ കോടതി പോകാൻ ഞാൻ പഠിക്കില്ല. നിങ്ങൾക്ക് ഭയമാണോ മിസ്റ്റർ മേനോൻ? ഞാൻ അവളെ ഒരു ശല്യമായി കണ്ടുകൊണ്ട് അതൊഴിവാക്കാൻ ഞാൻ അവളെ വകവരുത്തി കളയുമെന്നോ മറ്റോ? നിങ്ങൾ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. നല്ലവനായിരിക്കാം, മാന്യനായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ബന്ധുക്കൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയത്തില്ല. അലീനയെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ നീതി കാണിക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കാം. ഞാൻ അവിടെ വന്ന് അവളെ തിരിച്ചുകൊണ്ടുപോയിക്കോളാം. ഒരിക്കലും ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുക എന്നതാണ് ഞങ്ങൾ പട്ടാളക്കാരുടെ രീതി. നിങ്ങൾ മിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം അനുസരിച്ച് തീരുമാനം മാറ്റുമെന്നും താങ്കളുടെ സുപ്പീരിയർ ഓഫീസറുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അത് അദ്ദേഹത്തിന്റെ കാര്യത്തിലായിരിക്കും. അതൊന്നും എനിക്കറിയത്തില്ല. അവളുടെ സ്വന്തം അമ്മ അവൾക്കെതിരെ ചെയ്തെന്താണെന്ന് കണ്ടവനെ. അത്രമാത്രം അനുഭവം ഉള്ളത് കൊണ്ടും അലീന അനുഭവിച്ചത് കണ്ടതുകൊണ്ടുമാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. അലീനെ എപ്പോഴാണ് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്? ഞാൻ എവിടെ വരണം? വീട്ടിലേക്ക് വന്നാൽ മതിയോ? അലീനെ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിക്കാം ഉടൻ തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അസൗകര്യങ്ങളൊന്നുമില്ലല്ലോ. എനിക്ക് യാതൊരു അസൗകര്യവുമില്ല. അലീനയ്ക്കറിയാമോ അവൾ എങ്ങോട്ടാണ് പോകുന്നത്? കുളത്തൂപ്പുഴയ്ക്ക് പോകാൻ ഒരു സാധ്യത തെളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഞാൻ അവൾക്കൊരു സൂചന കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. പറയണ്ടേ? എപ്പോ പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. തീരുമാനം ഉറപ്പിച്ചു തന്നെയല്ലേ? ഞാനിന്ന് തിരിച്ചു പോകും. എപ്പോഴെത്തിക്കുമെന്ന് മാത്രം നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. ശരി, ഞാൻ അറിയിക്കാം. ശരി, ഓക്കെ ദെൻ. ഹോപ്പ് ടു സീ യു സൂൺ. ശരി ബാലേന്ദ്രൻ. അലീന, തുറന്നാ മതിയായിരുന്നല്ലോ. ആ, നീ എന്തെങ്കിലും പണിത്തിരക്കിലാണോ? ഏയ് അല്ല, ഡ്രസ്സൊക്കെ മടക്കി ബാഗിൽ വെക്കോ. കുളത്തൂപ്പുഴയിലെ ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ മുതലാളിയാണെന്ന് പറഞ്ഞ ആളല്ലേ? ആ, പ്ലാന്റർ. അയാള് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ സമ്മതിച്ചോ? ഞാൻ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ അയാൾ അംഗീകരിച്ചു. പിന്നെന്തിനാ സമ്മതിക്കാതിരിക്കുന്നത്? നിന്റെ സമ്മതമാണ് ഇനി അറിയേണ്ടത്. ഞാൻ പോകാൻ റെഡിയായി നിൽക്കുന്നവളല്ലേ. ഞാനല്ലേ നിർബന്ധിച്ചത് പോണോന്ന്. എന്താണ് പോകേണ്ടതെന്ന് നീ തീരുമാനിച്ചാൽ മതി. അച്ഛൻ ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലോ അല്ലേ? ഞാൻ വളരെ ബുദ്ധിമുട്ടി കണ്ടെത്തിയ സ്ഥലം അത്. നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു വീട് കിട്ടാനില്ല. എല്ലാ സുരക്ഷിതത്വം ഉണ്ടാവും.
വേണ്ട. എനിക്ക് എല്ലാരോടും യാത്ര പറയണ്ടേ. മറ്റന്നാള് പോവാം. മാറ്റമില്ലല്ലോ. എനിക്ക് അയാളെ വിളിച്ച് പറയാമല്ലോ. അച്ഛൻ പറഞ്ഞു. ഞാനിപ്പോ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം.